ശ്രീ നിർമ്മൽ എബ്രഹാം, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു യോജിപ്പ്, ഒരു പിന്തുണ അത് വ്യക്തമാണ്, അതാണ് വേണ്ടത്, അത് വളരെ പോസിറ്റീവായിട്ടുള്ള സൈനാണ്. പക്ഷേ കഴിഞ്ഞ കാല ചരിത്രങ്ങൾ, ഇപ്പോൾ വരുന്ന കണക്കുകൾ, ഇതെല്ലാം എടുത്തുകൊണ്ട് ഒരു സാമ്പത്തിക മേഖലയുടെ ഒരു പ്രതീക്ഷ ഏത് തരത്തിലാണ്? ശരിക്കും നടക്കും എന്ന് വ്യവസായ മന്ത്രി പറയുമ്പോൾ ശരിക്കും നടക്കും എന്ന് സാമ്പത്തിക മേഖലയും കരുതുന്നുണ്ടോ? ഇല്ല, കഴിഞ്ഞകാല കണക്കുകൾ വെച്ച് തന്നെ തുടങ്ങാം. പണ്ട് മുതലുള്ള ഒരു ടൈം ലൈൻ നോക്കിയ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. കാരണം 80കളിലും 90കളിലും ഒരുപാട് ഇൻഡസ്ട്രീസ്, ഗ്രാസിം ഇൻഡസ്ട്രീസ് ഉണ്ട്, മധുര കോട്ട്സ് ഉണ്ട്, പ്രീമിയർ കേബിൾസ് ഉണ്ട്. അതിനുശേഷം 2006 BMW ഇവിടെ വന്നിട്ട് സമരം കണ്ട് പേടിച്ചോടി. അത് കഴിഞ്ഞ് 2018 സിന്തൈറ്റ് കമ്പനി പോകുന്നു ഭീഷണിപ്പെടുത്തി, 19 മുത്തൂറ്റ് നിർത്തി പോകുന്നു ഭീഷണിപ്പെടുത്തി, 21 കിറ്റെക്സ് നേരത്തെ പറഞ്ഞ പോലെ വിട്ടുപോയി. പക്ഷെ ഇതിൽ നിന്നൊക്കെ ഈ കഴിഞ്ഞ ഒരു 2-3 വർഷത്തിൽ അദ്ദേഹം പറഞ്ഞതിൽ ഒരു തിരുത്തലുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് മാത്രമല്ല, ഈ സമയത്തും പിണറായി വിജയൻ സർക്കാരിന്റെ സമയത്ത് 2021 കിറ്റെക്സ് വിട്ടുപോകുന്ന സമയത്ത് 28ാം സ്ഥാനത്തായിരുന്നു. അവിടുന്ന് 15ലേക്ക് എത്തി. അത് കഴിഞ്ഞ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസിൽ 1ാം സ്ഥാനത്തെത്തി. തീർച്ചയായിട്ടും കമന്റബിൾ ആണ്. പൊളിറ്റിക്കൽ ഡിഫറൻസസ് മാറ്റിവെച്ച് എല്ലാവർക്കും പറയാവുന്ന ഒരു കാര്യമാണ്, കമന്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ ഏഷ്യയിലെ ഏറ്റവും ടോപ്പ് 20 സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റംസിൽ ഒന്നാണ് കേരളം ഇപ്പോൾ. അപ്പോൾ അതിലൊക്കെ തീർച്ചയായിട്ടും ഒരു കേരളീയൻ എന്നുള്ള നിലയ്ക്ക്, ഒരു ബിസിനസ് അനലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ പ്രശ്നം ഇവിടെയാണ്. അതായത് നേരത്തെ കോൺഗ്രസിന്റെയും BJPയുടെയും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയ പോലെ ചില കണക്കുകൾ കൊണ്ടുള്ള കളി മാത്രമായി പോകാതെ അടുത്ത വർഷം ഇലക്ഷൻ വരാനിരിക്കും, ഇതിനെ ഒരു ക്യാമ്പയിൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രം യൂസ് ചെയ്യാൻ നല്ല കാര്യം. കാരണം കഴിഞ്ഞ മുന്നത്തെ ബഡ്ജറ്റ് എടുക്കുക. ഇപ്പൊ ഈ വർഷവും കേരള സ്റ്റാർട്ടപ്പ് മിഷന് വേണ്ടി തുക മാറ്റിവെച്ചായിട്ട് പറഞ്ഞു. ഇതിന് തൊട്ട് മുന്നത്തെ ബഡ്ജറ്റിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന് വേണ്ടി ഇതേ കാര്യങ്ങൾക്ക് ഞങ്ങൾ 1ാം സ്ഥാനത്ത് എത്തി എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അവർ പറഞ്ഞു കേരള സ്റ്റാർട്ടപ്പ് മിഷന് വേണ്ടി ഞങ്ങൾ 1000 ചില്ലാനും കോടി മാറ്റി വെക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ വർഷത്തെ കണക്ക് എടുത്ത് നോക്കുമ്പോൾ വെറും 10% മാത്രമാണ് മുടക്കിയത്. ഈ IT ഇന്നോവേഷൻസിന് വേണ്ടി 134 കോടി മാറ്റി വെച്ചു. 1 രൂപ പോലും കഴിഞ്ഞ വർഷം നോക്കിയപ്പോൾ മുടക്കിയിട്ടില്ല. അതൊക്കെയാണ് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതേപോലെ പല അവസരങ്ങളും നേരത്തെ 2 കാര്യങ്ങൾ സൂചിപ്പിച്ചു. നമ്മളിപ്പം 1990 ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് തുടങ്ങുന്നത് ടെക്നോ പാർക്ക് തിരുവനന്തപുരത്താണ് 1990. അതിനുശേഷം 2004 കൊച്ചിയിൽ ഇൻഫോ പാർക്ക് വന്നു. പക്ഷെ നമ്മളിപ്പം ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ IT പാർക്കുകളൊക്കെ നമുക്ക് ആദ്യമേ കിട്ടിയിട്ടും IT ഹബ്ബുകളായിട്ട് മാറിയത് നമ്മുടെ നെയ്ബറിംഗ് സ്റ്റേറ്റ്സിലെ ബാംഗ്ലൂരും ചെന്നൈയും ഹൈദരാബാദും ഒക്കെയാണ്. ഇവിടെ എത്ര IT പാർക്കുകൾ ഉണ്ടായിട്ട് നമ്മുടെ IT ജോലിക്കാര് ഇപ്പോഴും ചെന്നൈയും ബാംഗ്ലൂരും ഹൈദരാബാദുമാണ്, അല്ലെങ്കിൽ രാജ്യം വിട്ടിട്ടുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങൾ ശരിക്കും ഐഡന്റിഫൈ ചെയ്യാതെ ഒരു ലോങ് ടേം സൊല്യൂഷൻ ഇല്ല. രണ്ടാമത്തെ ഏറ്റവും വലിയൊരു ഇഷ്യൂ, ശരിയാണ്, ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസിൽ 28ൽ നിന്ന് 1ാമതെത്തി, വളരെ നല്ല കാര്യമാണ്. പക്ഷെ എംപ്ലോയ്മെന്റിന്റെ കണക്ക്, കഴിഞ്ഞ വർഷത്തെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ കണക്കനുസരിച്ച് എംപ്ലോയ്മെന്റ് ഇപ്പോഴും കേരളത്തിൽ 30% അൺഎംപ്ലോയ്മെന്റ് ആണ്. 15നും 29നും വയസ്സിനിടയിലുള്ള, അതായത് ചെറുപ്പക്കാരുടെ ഇടയിൽ 30% അൺഎംപ്ലോയ്മെന്റ്. അതിൽ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം, ചെറുപ്പക്കാരായ സ്ത്രീകൾക്കിടയിൽ 15നും 29 വയസ്സിനിടയ്ക്കുള്ള സ്ത്രീകൾക്കിടയിൽ ആ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 47.9%. അതായത് 2 പെൺകുട്ടികൾ പഠിച്ചിറങ്ങുമ്പോൾ ഒരാൾക്ക് ജോലി കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ. അപ്പൊ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് പാരലലി മാച്ചായി പോകുന്നില്ല എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, 3.5 ലക്ഷത്തോളം സംരംഭങ്ങൾ 3 വർഷത്തിൽ തുടങ്ങിയെന്ന് പറഞ്ഞു. അതിൽ കുറെ കാര്യങ്ങൾ ശരിയാണെങ്കിലും കണക്കുകളിൽ ചെറിയ കൺഫ്യൂഷൻ വരാനുള്ളൊരു കാര്യം, BJP അതായത് നരേന്ദ്രമോദി സർക്കാർ ഉദ്യം സ്കീം കൊണ്ടുവന്നിരുന്നു. കാരണം കോവിഡ് സമയത്ത് ഒരുപാട് MSME സെക്ടറിലുള്ള ഒരുപാട് ചെറുകിട ആളുകൾ തകർന്നു പോയിരുന്നു. അവർക്ക് രജിസ്റ്റർ ചെയ്ത് ഗവൺമെന്റ് ബെനിഫിറ്റ്സ് റീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉദ്യം സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. ആ ഉദ്യം സ്കീമിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികളെ കൂടെ ഇദ്ദേഹം P. രാജീവ് കണക്കാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ടും ക്രെഡിറ്റ് തീർച്ചയായിട്ടും LDFന് മാത്രമല്ല, അതിൻ്റെ അകത്ത് കേന്ദ്ര ഗവൺമെന്റ് തീർച്ചയായിട്ടും ഒരു ക്രെഡിറ്റ് ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 2 കാര്യങ്ങളാണ്. ഈ ഇപ്പൊ നിൽക്കുന്നത് നല്ല സ്റ്റേജിലാണ്, പക്ഷെ അന്ന് പോയ പോലെ നമുക്ക് ഡെവലപ്മെന്റിനുള്ള ട്രെയിനുകൾ പലതും വന്നുപോയി. 90ൽ ടെക്നോ പാർക്ക് തുടങ്ങി, പക്ഷെ IT ഹബ്ബായി മാറാൻ പറ്റിയില്ല. ഇന്ന് എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ് തുടങ്ങുന്ന സമയത്ത് ഓർമ്മയുണ്ടോ, ഇതേപോലെ തന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും തള്ളി പറഞ്ഞു, സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണ്ടാന്ന് പറഞ്ഞു. അന്ന് തമിഴ്നാടും കർണാടകയും ആന്ധ്രയൊക്കെ അവരെ കൈനീട്ടി സ്വീകരിച്ചു. അതുകൊണ്ട് അവിടെ ആ ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. ഇന്ന് നമ്മൾ ലേറ്റ് ആയിട്ടാണെങ്കിലും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഇപ്പോഴാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ലേറ്റ് ആയി പോയെന്നൊരു ചെറിയ സംശയം. കാരണം ഇത്രയധികം കമ്പനികൾ വിട്ടുപോയി, അവരുടെ മേലെ വിശ്വാസം അർപ്പിക്കാൻ പാടാണ്. അതിന്റെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ പെർസെപ്ഷൻ വളരെയധികം മോശമാണ്. ഇപ്പൊ ഞാൻ ഹൈദരാബാദോ അല്ലെ ചെന്നൈയിലോ ഉള്ള അല്ലെ ഡൽഹിയിലൊക്കെ ഉള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പലപ്പോഴും അല്ല നിർമ്മൽ, അതാണ് ചോദ്യം. ആ വിശ്വാസത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. നമ്മൾ കേരള ഇൻവൈറ്റിംഗ്, അപ്പോൾ ഈ കമ്പനികൾ വരുമോ എന്നാണ് നമ്മുടെ ഡിബേറ്റിന്റെ തലക്കെട്ട് തന്നെ. ഒരു നെഗറ്റീവ് ചർച്ചയാണോ എന്ന് പോലും
സമൂഹ മാധ്യമങ്ങൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സംശയമാണല്ലോ. കാരണം ഈ ഉണ്ടായിട്ടുള്ള ഒരു ഇമേജ് അങ്ങനെ നിൽക്കുമോ? ഇപ്പോൾ ഈ ഈസ് ഓഫ് ഡൂയിങ്ങിന്റെ റാങ്ക് അടക്കമുള്ള വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ ഇമേജ് മാറ്റപ്പെടില്ലേ പുതിയ കാലത്ത് എന്നുള്ളതാണ് ചോദ്യം. ഈ പറഞ്ഞ പോലെ ചിലതൊക്കെ ലേറ്റ് ആയി പോയി എന്നുള്ളത് കൊണ്ട് ഒരു തിരിച്ചുവരവിന് ഇനി സമയമുണ്ടാകില്ല, അങ്ങനെ ഒരു നോഷനുണ്ടോ? ഇല്ല, അത് പെർസെപ്ഷൻ ഒരു ഫാക്ടറാണ്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നേരത്തെ നമ്മളെല്ലാവരും കിറ്റെക്സ് പൂട്ടിപ്പോയില്ലേ, BMW ഇറങ്ങിപ്പോയില്ലേ എന്ന് ഞാൻ ഉൾപ്പെടെ പറയുന്നുണ്ട്. ഇൻഫാക്ട് 2021 കിറ്റെക്സ് പോയപ്പോൾ CNN ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതി, കേരളത്തിൽ 35,000 ജോലികൾ LDF ഗവൺമെന്റ് കാരണം നഷ്ടമായെന്ന്. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് അതിന്റെ പേരിൽ അതിനെ ടാഗ് ചെയ്തുകൊണ്ട് കുറെ മെസ്സേജുകളൊന്നും ഇപ്പൊ എങ്ങനെ ഉണ്ട് സാറേ എന്ന് ചോദിച്ച് കളിയാക്കുന്ന വട്ടത്തിൽ ഒരു പക്ഷേ CPM സപ്പോർട്ടേഴ്സ് ആയിരിക്കും എനിക്ക് അയച്ചു തന്നു. എനിക്ക് അതിൽ വളരെ സന്തോഷം തോന്നി. പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഇപ്പോഴും പലരോടും സംസാരിക്കുമ്പോൾ പെർസെപ്ഷൻ ഇതാ, ഇപ്പം കേരളത്തിൽ മാത്രമല്ല ഇത് സംഭവിക്കുന്നുള്ളതാണ് ഒരു വാസ്തവം. കേരളത്തിൽ ഡെഫിനറ്റ്ലി ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട്. ഈ ഫെബ്രുവരി കഴിഞ്ഞ 10 ദിവസമായിട്ട് ബാംഗ്ലൂരുള്ള ചെന്നൈയിലുള്ള സാംസങ്ങിന്റെ പ്ലാന്റിൽ 10 ദിവസമായിട്ട് ഒരു സമരം നടക്കുന്നുണ്ട്. 2020 ആപ്പിളിന്റെ ബാംഗ്ലൂരിന്റെ ഔട്ട്സ്കേർട്സിലുള്ള ഒരു പ്ലാന്റിൽ, ഇൻഡസ്ട്രിയിൽ അവിടെ തല്ലി തകർത്തിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല, ഇതിനൊന്നും പബ്ലിസിറ്റി കിട്ടുന്നില്ല. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സിനിമകളും സ്പീച്ചുകളും ഉണ്ടാകുന്ന കോൺട്രവേഴ്സീസും വരുന്ന ന്യൂസ് റിപ്പോർട്ടുകളും എല്ലാം കേരളത്തിനെതിരായി മാത്രം സംസാരിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തെ പെർസെപ്ഷൻ ഇപ്പോഴും ബാംഗ്ലൂർ ഉള്ളവരോടും ഹൈദരാബാദ് ഉള്ളവരോടും ഡൽഹിയിലുള്ളവരോടും സംസാരിക്കും കേരളം ബിസിനസ് ഫ്രണ്ട്ലി അല്ലല്ലേ എന്നൊരിതുണ്ട്. പക്ഷെ P. രാജീവിന് കൊടുക്കേണ്ട ഒരു ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. കാരണം കേരളം പോലെ ഇത്രയധികം ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടൊരു സ്ഥലം, എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടൊരു സ്ഥലം, നമുക്ക് ഒട്ടും സ്ഥലം ഇൻഡസ്ട്രീസിന് പ്രൊവൈഡ് ചെയ്യാനില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വളരെ ആക്റ്റീവാണ്. ഇപ്പൊ ലിങ്ക്ഡിനിലൊക്കെ ഞാൻ വളരെ ആക്റ്റീവാണ്. അതിൽ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഒരുപാട് കോൺക്ലേവുകൾ, കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഫണ്ടിങ്ങിന്റെ കാര്യം ഞാൻ എതിർത്ത് പറഞ്ഞെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് മീറ്റുകൾ, സ്ത്രീ സംരംഭകർക്കായിട്ട് ഒരുപാട് സ്കീമുകൾ, സീഡ് ഫണ്ടിങ്, ഓണ്ടർപ്രണേഴ്സ് മീറ്റുകൾ, ഓണ്ടർപ്രണേഴ്സ് ടൈഅപ്പുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും പറയാതെ വയ്യ. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ അല്പം ലേറ്റ് ആയി പോയോ എന്നൊരു സംശയം. ഓക്കെ, തീർച്ചയായും രാഷ്ട്രീയ നിലപാട് വേറെയാണെങ്കിലും സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ നിർമ്മല അബ്രഹാം പോലും ഇതിനകത്തൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം കാണുന്നുണ്ട്.